വിജയത്തിന്റെ പടിവാതിൽക്കൽ. ഒരു രാജ്യത്ത് പ്രതാപിയായ ഒരു രാജാവുണ്ടായിരുന്നു. ഒരു നാൾ അദ്ദേഹം കാനനപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ മനോഹരമായ ഒരു വലിയ പാറക്കല്ല് കണ്ടു. അതിന്റെ തിളക്കവും ഭംഗിയും കണ്ട് മയങ്ങിയ രാജാവ് ആ കല്ലുകൊണ്ട് ഒരു വിഗ്രഹം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. രാജകൽപ്പന പ്രകാരം മന്ത്രി ഉടൻ തന്നെ പ്രഗത്ഭനായ ഒരു ശില്പിയെ വിളിച്ചു വരുത്തി. ശില്പി ഉളിയും ചുറ്റികയും കൊണ്ട് ആ കല്ല് പൊട്ടിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര അടിച്ചിട്ടും ആ കല്ല് പൊട്ടിയില്ല. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടും കല്ല് പൊട്ടിക്കാൻ കഴിയാതെ നിരാശനായ ശില്പി ജോലി ഉപേക്ഷിച്ചു പോയി. രാജാവിന്റെ കൽപ്പന നിറവേറ്റേണ്ടത് മന്ത്രിയുടെ കടമയായിരുന്നു. അദ്ദേഹം മറ്റൊരു ശില്പിയെ കണ്ടെത്തി ജോലി ഏൽപ്പിച്ചു. പുതിയ ശില്പി ചുറ്റിക കൊണ്ട് ഒരൊറ്റ അടി അടിച്ചപ്പോൾ തന്നെ കല്ല് രണ്ടായി പിളർന്നു. അത്ഭുതപ്പെട്ടുപോയ മന്ത്രി ശില്പിയെ പ്രശംസിച്ചു. ശില്പി പിന്നീട് ആ കല്ലിൽ നിന്ന് മനോഹരമായ ഒരു വിഗ്രഹം നിർമ്മിച്ചു. രാജാവ് അത്യധികം സന്തുഷ്ടനായി ശില്പിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. ഈ സംഭവം മന്ത്രിയെ ചിന്താധീനനാക്കി. ആദ്യത്തെ ശില്പി ഒരു അടി കൂടി അടിച്ചിരുന്നെങ്കിൽ ഈ സമ്മാനങ്ങളെല്ലാം അയാൾക്ക് ലഭിക്കുമായിരുന്നു. എത്ര ശ്രമിച്ചാൽ ഇനിയൊന്നും നടക്കില്ല എന്നു കരുതി ഉപേക്ഷിച്ചു പോകാതെ ക്ഷമയോടെ ശ്രമിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ശില്പി വിജയം കൈവരിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ വിജയം അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്നു.